എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രൊഫസർ ആർ കെ ബിജു. ആർ കെ ബീസ് ലീഗൽ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ലീഗൽ റൈറ്റ്സിനെ കുറിച്ചുള്ള നമ്മളുടെ സീരീസിൻ്റെ തുടർച്ചയായി ഇന്ന് വ്യത്യസ്ത തരത്തിലുള്ള റൈറ്റുകളെക്കുറിച്ചാണ് സംസാരിക്കാൻ വിചാരിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള റൈറ്റുകളുണ്ട്? ആദ്യം തന്നെ നമ്മൾ സംസാരിക്കുന്നത് ലീഗൽ റൈറ്റുകളെക്കുറിച്ചാണ്. ലീഗൽ റൈറ്റുകളെ മോറൽ റൈറ്റുകളിൽ നിന്ന് വേർതിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് മോറൽ റൈറ്റ്? മോറൽ റൈറ്റ് എന്ന് പറയുന്നത് ധാർമ്മികമായ അവകാശം എന്നുള്ള നിലയ്ക്കാണ്. ധാർമ്മികമായ അവകാശത്തിൻ്റെ ഒരു പ്രത്യേകത, അത് കോടതികളിലൂടെ നിയമപരമായി നടപ്പാക്കിയെടുക്കാൻ കഴിയില്ല, അതിനൊരു പരിഹാരം കോടതി വഴി നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, അച്ഛനമ്മമാരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് കുട്ടികളുടെ ഡ്യൂട്ടിയാണ്. ആ നിലയ്ക്ക് കുട്ടികളുടെ സ്നേഹവും ബഹുമാനവും ലഭിക്കാനുള്ള അവകാശം മാതാപിതാക്കൾക്കുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അത് ഒരു ധാർമ്മികമായ അവകാശം മാത്രമാണ്, അത് കോടതിയിൽ പോയി നേടിയെടുക്കാൻ കഴിയുന്നതല്ല. അതേപോലെ തന്നെ നമ്മളുടെ ഗാർഹിക ജീവിത സാഹചര്യങ്ങളിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധം, ഇത്തരം കാര്യങ്ങളിലുള്ള വിശ്വാസ്യത, ഇതൊക്കെ തന്നെ ധാർമ്മികമായിട്ടുള്ള അവകാശവും ഡ്യൂട്ടിയും ഒക്കെയാണ്. അതൊന്നും കോടതിയിൽ പോയി നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്നതല്ല. കോടതി വഴി നേടിയെടുക്കാൻ കഴിയുന്ന അവകാശങ്ങളെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചത്. അതുപ്രകാരം നമ്മൾ പറഞ്ഞത്, ഒരു ലീഗലി റെക്കഗ്നൈസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിനെയാണ് റൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു താല്പര്യം അത് നിയമം അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ താല്പര്യം ഒരു റൈറ്റാണ് എന്ന നിലയ്ക്കാണ് നമ്മൾ റൈറ്റിനെ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ലീഗൽ റൈറ്റുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ലീഗൽ റൈറ്റുകളുടെ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. മോറൽ ആയിട്ടുള്ള റൈറ്റുകളോ റിലീജിയസ് ആയിട്ടുള്ള റൈറ്റുകളോ ഒന്നും തന്നെ നമ്മളുടെ ഈ ചർച്ചയിൽ വരുന്ന കാര്യങ്ങളല്ല. അത്തരം റൈറ്റുകൾ പ്രധാനപ്പെട്ടതല്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. അതൊക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്, പക്ഷേ അതൊന്നും നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. രണ്ടാമതായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഉണ്ട്, നിയമപരമായ അവകാശങ്ങൾ എന്ന നിലയ്ക്ക് ലീഗൽ റൈറ്റ്സ് ഉണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത് ഭരണഘടനയുടെ പാർട്ട് 3 ഉൾക്കൊള്ളിച്ചിട്ടുള്ള റൈറ്റുകളെക്കുറിച്ചാണ്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയുന്നത് പാർട്ട് 3 പുറത്ത്, എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷനുള്ളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള റൈറ്റുകളെക്കുറിച്ചാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്ന് പറയുക. കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലാതെ ഇന്ത്യൻ പാർലമെൻറ്റോ സംസ്ഥാന നിയമസഭകളോ ഒക്കെ പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ വഴി നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരുപാട് അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമറി ആയിട്ടും മറ്റു വിധത്തിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നിയമം അംഗീകരിക്കുന്ന സംരക്ഷിക്കുന്ന അവകാശങ്ങളുണ്ട്. ഇത്തരം അവകാശങ്ങളൊക്കെ നിയമപരമായ അവകാശങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് 3 ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മൗലിക അവകാശങ്ങൾ എന്ന നിലയ്ക്കുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ ഉണ്ടായാൽ, അത് ലംഘിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ടായാൽ, നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ റിട്ട് ഫയൽ ചെയ്തുകൊണ്ട് അത് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ, അത് പരിഹാരമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സാധാരണ നിലയ്ക്കുള്ള ലീഗൽ റൈറ്റുകളെ സംബന്ധിച്ചിടത്തോളം, മറ്റ് ഏത് റൈറ്റുകളെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് കോടതി വഴിയുള്ള പരിഹാരം സാധ്യമാണെങ്കിലും അതിന് ഏറ്റവും ചെറിയ കോടതിയിൽ ആദ്യം പോയി പിന്നീട് അപ്പീൽ എന്നുള്ള നിലയ്ക്ക് ഉയർന്ന കോടതികളിലേക്ക് പോകാൻ മാത്രമേ സാധിക്കുള്ളൂ. എന്നാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നേരെ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാധ്യത അനുവദിക്കുന്നത്? അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ മൗലിക അവകാശങ്ങളുടെ പ്രത്യേകത കൊണ്ടാണ്. മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ നമ്മളുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കാൻ വേണ്ട ഏറ്റവും മിനിമം റൈറ്റ്സിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ റൈറ്റ്സ് മനുഷ്യൻ്റെ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള അവകാശങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നെയാണ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ എന്ന നിലയ്ക്ക് ഇൻ്റർനാഷണലായി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതും. നമ്മുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിലായാലും ICCPR ഇൻ്റർനാഷണൽ കവനൻറ്റ് ഫോർ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന ഇൻ്റർനാഷണൽ കവനൻറ്റിലായാലും
അന്താരാഷ്ട്ര സമൂഹം തന്നെ അംഗീകരിച്ചിട്ടുള്ള ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആണ് നമ്മളുടെ പാർട്ട് 3-യിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന നിലയ്ക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഹ്യൂമൻ റൈറ്റ്സും ഏതാണ്ട് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3-യിൽ ഉൾക്കൊള്ളിച്ചതിലൂടെ നമ്മുടെ നാട്ടിൽ അത് മൗലിക അവകാശങ്ങളായി മാറി. ഇൻ്റർനാഷണൽ തലത്തിൽ അത് മനുഷ്യ അവകാശങ്ങൾ എന്ന നിലയ്ക്ക് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ ഇൻ്റർനാഷണൽ തലത്തിൽ അത് മനുഷ്യ അവകാശങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവകാശപ്പെട്ടതാണ്. ഈ പാർട്ട് 3-ക്ക് പുറത്തും ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 3-ക്ക് പുറത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, ഭരണഘടനാപരമായ അവകാശങ്ങൾ. ഏറ്റവും നല്ലൊരു ഉദാഹരണം റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്. ഇന്ത്യയിൽ നമുക്ക് വസ്തു സമ്പാദിക്കാനും പ്രോപ്പർട്ടി സമ്പാദിക്കാനും അതുപോലെ തന്നെ അത് ഉപയോഗിക്കാനുമൊക്കെയുള്ള അനുവാദമുണ്ട്. ഇത് മുൻപ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പെട്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലല്ല, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് എടുത്ത് മാറ്റിയിട്ട് അതിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലാതായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഫണ്ടമെൻ്റൽ റൈറ്റ്സിനോളം ഇല്ല എന്നാണെങ്കിലും സാധാരണ ലീഗൽ റൈറ്റ്സിനേക്കാൾ ഒരു സുപ്രീം ലോ എന്നുള്ള നിലയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള എന്നുള്ള ഒരു റൈറ്റ് എന്നുള്ള നിലയ്ക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെയും സാധാരണ അവകാശങ്ങളുടെയും ഇടയ്ക്കുള്ള നടുക്കുള്ള ഒരു സ്ഥാനം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിന് വരുമെന്നുള്ളതാണ്. അതിനും താഴേക്ക് വരുമ്പോൾ അത് സാധാരണ ലീഗൽ റൈറ്റ്സാണ്. ഏത് തരത്തിലുള്ള റൈറ്റ് ആയാലും യുബി ജസ് ഇബി റെമഡിയം എന്നതാണ് മാക്സിം ഞങ്ങൾ പറയുക. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, വേർ ദർ ഇസ് എ റൈറ്റ് ദർ ഇസ് എ റെമഡി, ഇഫ് ദർ ഈസ് എ റൈറ്റ് ദർ ഷുഡ് ബി എ റെമഡി. അപ്പോൾ നിങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റെമഡി, ഒരു ലീഗൽ റെമഡി അവൈലബിൾ ആയിരിക്കണം. വ്യത്യസ്ത തരത്തിലുള്ള ലീഗൽ റെമഡിയാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ളത്. നിങ്ങൾക്ക് സാധാരണ കോടതികളിൽ പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് പോകാം എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്, ലീഗൽ റൈറ്റ്സ് എന്നുള്ള നിലയ്ക്കുള്ള വ്യത്യാസങ്ങളുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, നമ്മൾ ഇനിയിപ്പോൾ കൺസേൺഡ് ആയിരിക്കുന്നത് ലീഗൽ റൈറ്റ്സിനെ കുറിച്ചാണ്. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സും ഒരു പ്രത്യേക സ്റ്റാറ്റസ് ഉള്ള, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഉള്ള റൈറ്റ്സ് ആണ്. അതിന് ചില പ്രത്യേക പരിരക്ഷകൾ അങ്ങനെ തന്നെയുണ്ട്. ഞാൻ അതിലേക്കല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്. ബാക്കി എല്ലാ റൈറ്റുകളും, നമ്മുടെ സാധാരണ നിലയ്ക്കുള്ള എല്ലാ റൈറ്റുകളും ലീഗൽ റൈറ്റുകളാണ്. ആ ലീഗൽ റൈറ്റുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ക്ലാസിഫിക്കേഷനാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് റൈറ്റും ഇംപെർഫെക്റ്റ് റൈറ്റും എന്ന് പറയും. ഒരു റൈറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു പെർഫെക്റ്റ് റൈറ്റ് ആവണമെങ്കിൽ അതിനൊരു പെർഫെക്റ്റ് റെമഡിയും കൂടി ഉണ്ടാവണം. എ റൈറ്റ് വിതൗട്ട് റെമഡി എന്ന് പറയുമ്പോൾ അത് ഇംപെർഫെക്റ്റ് റൈറ്റാണ്, അതൊരു പെർഫെക്റ്റ് റൈറ്റ് അല്ല. അതൊരു റൈറ്റിൻ്റെ എല്ലാ ക്വാളിഫിക്കേഷനും നമ്മൾ പറഞ്ഞു, 5 ഇൻഗ്രീഡിയൻസ് വരണം റൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ. റൈറ്റ് ഹോൾഡർ ഉണ്ടാവണം, ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടാവണം, കണ്ടൻറ് ഉണ്ടാവണം, ഒബ്ജക്റ്റ് ഉണ്ടാവണം, ടൈറ്റിൽ ഉണ്ടാവണം. ഈ 5 കാര്യങ്ങളും ശരിയാവുകയാണെങ്കിൽ അത് റൈറ്റായി മാറും. എങ്കിലും ആ റൈറ്റിന് ഒരു റെമഡി നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ അവൈലബിൾ അല്ലെങ്കിൽ ആ റൈറ്റിനെ നമ്മൾ ഇംപെർഫെക്റ്റ് റൈറ്റ് എന്ന് പറയും. പെർഫെക്റ്റ് റൈറ്റ് ഈസ് എ റൈറ്റ് വിച്ച് ഈസ് ഹാവിങ് എ പെർഫെക്റ്റ് റെമഡി, പെർഫെക്റ്റ് ലീഗൽ റെമഡി. ഒരു കൃത്യമായ ലീഗൽ റെമഡി അവൈലബിൾ ആയിട്ടുള്ള റൈറ്റിനെയാണ് നമ്മൾ പെർഫെക്റ്റ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ് റൈറ്റിന് നമ്മളുടെ നാട്ടിലെ ലീഗൽ സിസ്റ്റത്തിൽ കൃത്യമായ ഒരു ലീഗൽ റെമഡി അവൈലബിൾ ആയിരിക്കും. എന്നാൽ ഇംപെർഫെക്റ്റ് റൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു റെമഡി അവൈലബിൾ ആയിരിക്കില്ല. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ടൈം ബാർഡ് ഡെറ്റാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരു കടം തിരിച്ചു ചോദിക്കാനുള്ള കാലപരിധി, ലിമിറ്റേഷൻ ആക്ട് പ്രകാരമുള്ള ഒരു കാലപരിധിയുണ്ട്. നമ്മളുടെ ഏത് റൈറ്റും കോടതിയിൽ പോയി നേടിയെടുക്കുന്നതിന് കാലപരിധിയുണ്ട്. ആ കാലപരിധിക്ക് പറയുന്ന പേരാണ് ലിമിറ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ ലിമിറ്റേഷൻ പീരീഡിനുള്ളിൽ നമ്മളത് നടപ്പാക്കിയെടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് ഒരിക്കലും നടപ്പാക്കിയെടുക്കാൻ കഴിയാതെ വരും. അപ്പോൾ എല്ലാ റൈറ്റുകൾക്കും അത്തരത്തിൽ കാലപരിധി, കാരണം ലോകാവസാനം വരെ നിങ്ങളുടെ റൈറ്റിനൊരു വയലേഷൻ ഉണ്ടായാൽ പ്രതിവിധിക്ക് വേണ്ടി കാത്തിരിക്കാൻ കഴിയില്ല. നിങ്ങളത് പ്രോംപ്റ്റായി കൃത്യസമയത്ത് തന്നെ കോടതിയിൽ എത്തിക്കണം. അത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള റെമഡി നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ അലസരായിരിക്കുകയും നിങ്ങൾ മടി പിടിച്ചിരിക്കുകയും നിങ്ങൾ കോടതിയിൽ പോകാൻ വൈകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റൈറ്റിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള റൈറ്റിന് നഷ്ടപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ റൈറ്റ് അല്ല, നിങ്ങളുടെ റെമഡിയാണ്. റൈറ്റ് ലോകാവസാനം വരെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഉദാഹരണത്തിന് എക്സ് എന്ന് പറയുന്ന ആൾ എനിക്ക് 1,00,000 രൂപ തരാനുണ്ടെന്ന് വിചാരിക്കുക. ആ 1,00,000 രൂപ എക്സിൽ നിന്ന് എനിക്ക് കിട്ടാനുണ്ട് എന്നുള്ളത് എൻ്റെ റൈറ്റും, എനിക്ക് തരാനുണ്ട്, അയാൾ തരാനുണ്ട് എന്നുള്ളത് അയാളുടെ ഡ്യൂട്ടിയുമാണ്. അപ്പോൾ അയാൾ ആ 1,00,000 രൂപ എനിക്ക് പേ ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ഡ്യൂട്ടി.
1,00,000 രൂപ ലഭിക്കാനുള്ളത് ഉള്ളതാണ് എൻ്റെ റൈറ്റ്. അപ്പോൾ അയാൾ സമയപരിധി പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും അയാൾ തരാതിരിക്കുമ്പോൾ അപ്പം തൊട്ട് 3 വർഷക്കാലത്തിനുള്ളിൽ ഞാൻ കേസ് കൊടുത്ത് അത് നേടിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ ഞാൻ കേസ് കൊടുക്കാൻ പോവാതിരുന്നാൽ 3 വർഷം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരിക്കലും കേസ് കൊടുത്ത് ആ പൈസ വാങ്ങിയെടുക്കാൻ 1,00,000 രൂപ അയാളിൽ നിന്ന് വാങ്ങിയെടുക്കാൻ കഴിയില്ല. അയാൾക്കെതിരെ പിന്നെ ഒരു കേസും കൊടുക്കാൻ കഴിയില്ല. അയാൾക്ക് എത്രമാത്രം പണം അയാളുടെ കയ്യിലുണ്ടായാലും എത്രമാത്രം സ്വത്ത് അയാളുടെ കയ്യിലുണ്ടായാലും ഈ 3 വർഷം കഴിയുന്നതിന് ശേഷം എനിക്ക് ആ പണം ഈടാക്കിയെടുക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ 3 വർഷക്കാലത്തിനിടയ്ക്ക് ഞാൻ കൊടുക്കാതിരുന്നത് അയാളുടെ അടുത്ത് പണമില്ലല്ലോ പാവമല്ലേ എന്നൊക്കെ കരുതിയാവാം. അങ്ങനെ പണമല്ലല്ലോ പാവമല്ലേ എന്ന് കരുതി 3 വർഷം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് അയാൾക്ക് ലോട്ടറി അടിച്ച് 1 കോടി രൂപ കിട്ടിയാൽ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അയാൾ പൈസ തരില്ല. ആ ലിമിറ്റേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ റെമഡി നഷ്ടപ്പെട്ടു. എൻ്റെ റൈറ്റ് ഒരു ഇംപെർഫെക്റ്റ് റൈറ്റായി മാറി. ഇതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബാങ്കിലൊക്കെ 3 വർഷം നമ്മൾ ലോൺ എടുത്തിട്ട് 3 വർഷം പൂർത്തിയാവാൻ പോകുന്ന മുറയ്ക്ക് ബാങ്ക് നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു ഒപ്പ് മേടിക്കും. എന്തിനാണ് ഇങ്ങനെ ഒപ്പ് മേടിക്കുന്നത്? ആ ഒപ്പ് മേടിക്കുന്നതോടുകൂടി ആ ലോൺ അവർ റിന്യൂ ചെയ്യുകയാണ്, നമ്മൾ അക്നോളജ് ചെയ്യുകയാണെന്ന് പറയും. ഇതൊക്കെ വിശദമായിട്ട് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ സംസാരിക്കും. ഇപ്പോൾ പറയുന്നത് ആ ലോണിനെ നമ്മൾ അക്നോളജ് ചെയ്യുന്നതിലൂടുകൂടി ഒരു ഫ്രഷ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ബാങ്കിന് ലഭിക്കുകയും നമ്മളുടെ ഡേറ്റ് ഓഫ് അക്നോളജ്മെൻറ്റ് തൊട്ട് ആ ലോൺ റിന്യൂ ചെയ്യപ്പെടുകയും ഒരു ഫ്രഷ് പീരീഡ് ഓഫ് 3 വർഷം ബാങ്കിന് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ബാങ്ക് നമ്മളെ 3 വർഷം തീരാൻ പോകുന്ന മുറയ്ക്ക് വിളിച്ചു വരുത്തി ഒപ്പ് മേടിച്ച് നമ്മളുടെ കോൺട്രാക്റ്റ്, നമ്മളുമായിട്ടുള്ള എഗ്രിമെൻറ്റ് പുതുക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ടൈം ബാർഡായി ഇംപെർഫെക്റ്റായി മാറാനിരിക്കുന്ന റൈറ്റിനെ അങ്ങനെയാക്കി മാറ്റാതെ റിവൈവ് ചെയ്ത് നിലനിർത്താനാണ് ഈ തരത്തിലുള്ള കാര്യം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇംപെർഫെക്റ്റ് റൈറ്റിൻ്റെ റെമഡി മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ആ റൈറ്റ് അപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണത്തിൽ എക്സ് എനിക്ക് 1,00,000 രൂപ തരാനുണ്ട്. 3 വർഷം കഴിഞ്ഞതുകൊണ്ട് എക്സിൻ്റെ അടുത്ത് നിന്ന് എനിക്കിനി ആ പൈസ കോടതി വഴി നേടിയെടുക്കാൻ കഴിയില്ല. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എക്സിൻ്റെ ഒരു പണം എൻ്റെ കയ്യിൽ വന്നു ചേർന്നു, 5,00,000 രൂപ. ഞാനത് എക്സിന് കൊടുക്കേണ്ടതാണ്. ഞാൻ പക്ഷേ അതിൽ നിന്ന് 1,00,000 എടുത്ത് 4,00,000 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എക്സ് പറയുകയാണ്, ശരിയാവില്ല, 5,00,000 എനിക്ക് തരാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചതല്ലേ, അതെനിക്ക് തരണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് തരാണ്ടല്ലോ 1,00,000 രൂപ, അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അങ്ങോട്ട് തരുന്നത്. അപ്പോൾ എക്സ് പറഞ്ഞു, അത് ടൈം ബാർഡായില്ലേ, അത് ഇംപെർഫെക്റ്റ് റൈറ്റായി മാറിയില്ലേ, എടുക്കാൻ പാടില്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല. നിയമപരമായി കോടതിയിലൊരു സ്യൂട്ട് കൊടുത്ത് റിക്കവർ ചെയ്യാൻ കഴിയില്ലെങ്കിലും മറ്റു മാർഗത്തിൽ നമ്മളുടെ കയ്യിൽ ഏതെങ്കിലും പണം അയാളുടെ തെറ്റിയാൽ നമുക്കത് സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം എന്താ? അയാളുടെ റൈറ്റ്, അയാളുടെ ഡ്യൂട്ടി പോയിട്ടില്ല, എൻ്റെ റൈറ്റും പോയിട്ടില്ല. അയാളുടെ ഡ്യൂട്ടി അവിടെ തന്നെ ഉണ്ട്, പേ ചെയ്യാന്നുള്ള ഡ്യൂട്ടി ഉണ്ട്. എൻ്റെ റൈറ്റും അതും അവിടെ തന്നെ ഉണ്ട്. റെമഡി മാത്രമാണ് പോയത്, ലീഗൽ റെമഡി മാത്രമാണ് പോയത്. അപ്പോൾ ലീഗൽ റെമഡി പോകുമ്പോൾ അതൊരു ഇംപെർഫെക്റ്റ് റൈറ്റായി, റെമഡി ഇല്ലാത്ത റൈറ്റായി മാറി എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അല്ലാതെ ആ റൈറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടില്ല, റെമഡി മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് റൈറ്റും ഇംപെർഫെക്റ്റ് റൈറ്റും തമ്മിലുള്ള വ്യത്യാസം. മറ്റൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയാറ് പോസിറ്റീവ് റൈറ്റ്, നെഗറ്റീവ് റൈറ്റ് എന്ന് പറയും. പോസിറ്റീവ് റൈറ്റ് എന്ന് വെച്ചാൽ വിച്ച് കറസ്പോണ്ട്സ് ടു എ പോസിറ്റീവ് ഡ്യൂട്ടി. നെഗറ്റീവ് റൈറ്റ് എന്ന് വെച്ചാൽ അർത്ഥം വിച്ച് കറസ്പോണ്ട്സ് ടു എ നെഗറ്റീവ് ഡ്യൂട്ടി. എന്താ പോസിറ്റീവ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ അർത്ഥം? പോസിറ്റീവ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഡ്യൂട്ടി ടു ഡൂ സംതിങ് പോസിറ്റീവ്ലി. എന്നാൽ നെഗറ്റീവ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാലോ, നിങ്ങളൊന്നും പോസിറ്റീവായിട്ട് ചെയ്യണ്ട, യു ആർ സപ്പോസ് ടു റെഫ്രൈൻ ഫ്രം ഡൂയിങ് സംതിങ്. നിങ്ങൾ ചിലത് ചെയ്യാതിരുന്നാൽ മതി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണത്തിൽ എക്സ് 1,00,000 രൂപ എനിക്ക് തരാനുണ്ട്. ദാറ്റ്സ് എ പോസിറ്റീവ് റൈറ്റ്. എന്തുകൊണ്ട്? എക്സിന് പോസിറ്റീവ് ഡ്യൂട്ടി ഉണ്ട്, ടു റീപേ ദ ഡെറ്റ്. അത് പോസിറ്റീവായിട്ട് എക്സ് ചെയ്യേണ്ട കാര്യമാണ്. എക്സ് പോസിറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ആ പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളത്. അതുകൊണ്ട് എനിക്കുള്ള റൈറ്റ്, അയാളിൽ നിന്ന് കിട്ടാനുള്ള എൻ്റെ റൈറ്റിനെ പോസിറ്റീവ് റൈറ്റ് എന്ന് പറയും. എ പോസിറ്റീവ് റൈറ്റ് കറസ്പോണ്ട്സ് ടു എ പോസിറ്റീവ് ഡ്യൂട്ടി. Whereas a negative right corresponds to a negative duty. What is a negative duty? Negative duty എന്ന് പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യരുത്. ഉദാഹരണത്തിന് മൈ റൈറ്റ് ടു ലൈഫ്. എന്താ നിങ്ങളുടെ ഡ്യൂട്ടി? ആർക്കാണ് ഡ്യൂട്ടി? ഡ്യൂട്ടി സമൂഹത്തിനാകെയാണ്. സമൂഹത്തിനാകെയുള്ള ഡ്യൂട്ടി എന്താണ്? എന്നെ കൊല്ലരുത്, എൻ്റെ ജീവിതത്തിന് ഹാനി വരുത്തരുത്. അല്ലാതെ
ഞാൻ മരിച്ചു പോകാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ മുങ്ങിച്ചാകാൻ പോകുമ്പോൾ എന്നെ രക്ഷിച്ചോളണം, ഞാൻ പട്ടിണി കിടന്ന് മരിക്കാറാകുമ്പം എനിക്ക് ചോറ് വാങ്ങി തന്നോളണം എന്ന ഒരു ഡ്യൂട്ടി ഇല്ല. ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മരിക്കാൻ പോകുന്ന കാണുമ്പോൾ നിങ്ങൾ അവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ നിയമപരമായ ഒരു തെറ്റും ചെയ്യുന്നില്ല, ധാർമ്മികമായ തെറ്റാണ്. ഞാൻ വഴിയിൽ ചോര വാർന്ന് കിടക്കുമ്പോൾ എന്നെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ലീഗൽ ഡ്യൂട്ടി ഒന്നും നിങ്ങൾക്കില്ല. എന്നാൽ അത് ധാർമ്മികമായി തെറ്റാണ്. നിങ്ങളൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതൊക്കെ വേറെ കാര്യങ്ങളാണ്. പറഞ്ഞു വരുന്നത്, എൻ്റെ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുമ്പോൾ എന്നെ നിങ്ങളായിട്ട് കൊല്ലാൻ പാടില്ല. പക്ഷേ നിങ്ങൾ അത് പാടില്ല എന്നുള്ളതാണ്. എൻ്റെ റൈറ്റ് ടു റെപ്യൂട്ടേഷൻ, എൻ്റെ റൈറ്റ് ടു റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു വളരെ വാല്യുബിളായിട്ടുള്ള റൈറ്റാണ്. നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? നോട്ട് ടു ഡിഫൈം മീ. എനിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കരുത്. സോ യുവർ ഡ്യൂട്ടി ഈസ് എ നെഗറ്റീവ് വൺ. നോട്ട് എന്നെ ഭയങ്കര സംഭവമാണ് ഇയാൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നും പോസ്റ്റ് ചെയ്യണ്ട. നിങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ചെയ്യരുത് എന്നുള്ളതാണ് നെഗറ്റീവ് ഡ്യൂട്ടി. അപ്പം നെഗറ്റീവ് ഡ്യൂട്ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കുള്ള റൈറ്റാണ് മൈ റൈറ്റ് ടു റെപ്യൂട്ടേഷൻ ഈസ് എ നെഗറ്റീവ് റൈറ്റ്. മൈ റൈറ്റ് ടു ലൈഫ് ഈസ് എ നെഗറ്റീവ് റൈറ്റ്. നെഗറ്റീവ് റൈറ്റ് എന്ന് വെച്ചാൽ മോശമായ റൈറ്റ് എന്നല്ല അർത്ഥം. അത് മോശവും നല്ലതൊന്നുമില്ല. പറഞ്ഞു വന്നത്, നമുക്കൊരു ക്ലാസിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഈ ക്ലാസിഫിക്കേഷനൊക്കെ മറ്റു ചില സ്ഥലത്ത് കൂടുതൽ വിശകലനം നടത്തുമ്പോൾ ആ സമയത്തൊക്കെ സൂചിപ്പിക്കാം. ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി ക്ലാസിഫിക്കേഷന് വേണ്ടി പറയുമ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഒരു തമാശയ്ക്കുള്ള ക്ലാസിഫിക്കേഷൻ അല്ല. ഇതിന് വലിയ പ്രാധാന്യം വേറെ പല സ്ഥലങ്ങളിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ പോസിറ്റീവ് റൈറ്റും നെഗറ്റീവ് റൈറ്റും. മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ഇൻ റം ആൻഡ് റൈറ്റ് ഇൻ പേഴ്സണം എന്ന് പറയും. റൈറ്റ് ഇൻ റം ആൻഡ് റൈറ്റ് ഇൻ പേഴ്സണം. റൈറ്റ് ഇൻ റം എന്ന് പറഞ്ഞാൽ എ റൈറ്റ് വിച്ച് ഈസ് അവൈലബിൾ എഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ്. എ റൈറ്റ് ഇൻ പേഴ്സണം എന്ന് പറയുമ്പോൾ എ റൈറ്റ് വിച്ച് ഈസ് അവൈലബിൾ ഓൺലി എഗെയിൻസ്റ്റ് എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ് എനിക്ക് 1,00,000 രൂപ തരാനുണ്ട്, എക്സിൽ നിന്ന് 1,00,000 രൂപ എനിക്ക് ലഭിക്കാൻ ഉള്ള റൈറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് റൈറ്റ് ഈസ് അവൈലബിൾ ഓൺലി എഗെയിൻസ്റ്റ് എക്സ്. നിങ്ങളാരും എനിക്ക് 1,00,000 രൂപ തരണ്ട, വേറെ ആരും എനിക്ക് 1,00,000 രൂപ തരണ്ട. 1,00,000 രൂപ കിട്ടാനുള്ളത് എക്സിൽ നിന്ന് മാത്രമാണ്, വേറെ ആർക്കും എനിക്ക് തരാനുള്ള ഡ്യൂട്ടി ഇല്ല. അതുകൊണ്ട് ദാറ്റ് റൈറ്റ് ഈസ് അവൈലബിൾ ഓൺലി എഗെയിൻസ്റ്റ് എ പർട്ടിക്കുലർ പേഴ്സൺ. അതുകൊണ്ട് ദാറ്റ് റൈറ്റ് ഈസ് എ റൈറ്റ് ഇൻ പേഴ്സണം എന്ന് പറയും. എന്നാൽ ദർ ആർ സർട്ടൻ റൈറ്റ്സ് വിച്ച് ആർ അവൈലബിൾ എഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ്, എഗെയിൻസ്റ്റ് ദ സൊസൈറ്റി അറ്റ് ലാർജ്. ഈ ലോകത്തിലെ, ഈ സമൂഹത്തിലെ മുഴുവൻ ആൾക്കാർക്കുമെതിരെ ആ റൈറ്റ് അവൈലബിൾ ആണ്. ദ റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഓഫ് മൈ ഹൗസ്, എൻ്റെ വീടിൻ്റെ ഓണർഷിപ്പ് റൈറ്റ്. വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് ഡ്യൂട്ടി? ദ കറസ്പോണ്ടിങ് ഡ്യൂട്ടി ഈസ് നോട്ട് ടു ഇൻ്റർഫിയർ വിത്ത് ദ പീസ്ഫുൾ എൻജോയ്മെൻറ്റ് ഓഫ് മൈ പ്രോപ്പർട്ടി. ഞാൻ നിയമപരമായും സമാധാനപരമായും എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഉപദ്രവിക്കരുത്. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി. ആർക്കാ ഡ്യൂട്ടി ഉള്ളത്? എക്സിന് മാത്രമല്ല, വൈക്ക് മാത്രമല്ല, സെഡിന് മാത്രമല്ല, എക്ക് മാത്രമല്ല, എല്ലാവർക്കും. അപ്പം മുഴുവൻ ആൾക്കാർക്കും ഉള്ളൊരു ഡ്യൂട്ടിയാണ്. The duty is owed by the society at large. My right is available against the whole society. So such a right is called a right in rem, whereas a right which is available only against a particular person is called a right in person. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി വിശദീകരിക്കേണ്ടതാണ്, എങ്കിലും സൂചിപ്പിച്ചു പോകാൻ ഈ അവസരത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സൂചിപ്പിക്കുകയാണ്. റൈറ്റ് ഇൻ പേഴ്സണത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യൂട്ടിക്ക് പറയുന്ന പേരാണ് ഒബ്ലിഗേഷൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്യൂട്ടി ആൻഡ് ഒബ്ലിഗേഷൻ? സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡ്യൂട്ടി എന്ന് പറയുന്നതും ഒബ്ലിഗേഷൻ എന്ന് പറയുന്നതും രണ്ടും ഒരേ തരത്തിലാണ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് പറയുന്നത് യു ആർ ഒബ്ലൈജ്ഡ്, നിങ്ങൾക്ക് ഒബ്ലിഗേഷൻ ഉണ്ടെന്ന് പറയുന്നതൊക്കെ ഒരേ നിലയ്ക്കാണ് മനസ്സിലാക്കുക. നിയമത്തിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ലിഗേഷനും ഡ്യൂട്ടിയും ഒന്നല്ല, അത് രണ്ട് കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ എല്ലാ ഒബ്ലിഗേഷനും ഡ്യൂട്ടിയാണ്, പക്ഷേ എല്ലാ ഡ്യൂട്ടിയും ഒബ്ലിഗേഷൻ അല്ല. ഒബ്ലിഗേഷൻ ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡ്യൂട്ടി, എ ഡ്യൂട്ടി വിച്ച് ഈസ് കറസ്പോണ്ടിങ് ടു എ റൈറ്റ് ഇൻ പേഴ്സൺ. അത് വെറും ഒരു റൈറ്റ് ഇൻ പേഴ്സണമല്ല, അത് അടുത്തൊരു ക്ലാസിഫിക്കേഷനിൽ വരാം. അനദർ ക്ലാസിഫിക്കേഷൻ ഈസ് ഇൻ ടു പ്രൊപ്രൈറ്ററി റൈറ്റ് ആൻഡ് പേഴ്സണൽ റൈറ്റ്. പ്രൊപ്രൈറ്ററി റൈറ്റ് ആൻഡ് പേഴ്സണൽ റൈറ്റ്. എന്താ പ്രൊപ്രൈറ്ററി റൈറ്റ് എന്ന് പറഞ്ഞ അർത്ഥം? എ പ്രൊപ്രൈറ്ററി റൈറ്റ് is a right which is having a monetary value, the value of which can be measured in terms of money. എന്താണ് പേഴ്സണൽ റൈറ്റ് എന്ന് പറഞ്ഞ അർത്ഥം? അങ്ങനെ അല്ലാത്ത റൈറ്റുകൾ. അപ്പോൾ അങ്ങനെ അല്ലാത്ത റൈറ്റുകളൊക്കെ പേഴ്സണൽ റൈറ്റുകളാണ്. അതിന് വാല്യൂ,
മോണിറ്ററി ടേംസിൽ അതിൻ്റെ വില അളക്കാൻ കഴിയുന്ന റൈറ്റുകളെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി റൈറ്റ് എന്ന് പറയാം. ഉദാഹരണത്തിന് എൻ്റെ കാറിൻ്റെ ഓണർഷിപ്പ് എനിക്കുണ്ട്. ആ കാറിൻ്റെ മാർക്കറ്റ് വില നമുക്ക് അളന്നെടുക്കാനാവുന്നതാണ്. അതിനൊരു കൃത്യമായ മാർക്കറ്റ് വിലയുണ്ട്. ഈ വീടിൻ്റെ ഓണർഷിപ്പ് എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ഈ വീടിന് ഒരു മാർക്കറ്റ് വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഓണർഷിപ്പ് റൈറ്റൊക്കെ തന്നെ പ്രൊപ്രൈറ്ററി റൈറ്റാണ്. പ്രൊപ്രൈറ്ററി റൈറ്റാണ്. എന്നാൽ മൈ റൈറ്റ് ടു ലൈഫ് വളരെ വിലയുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിന് എത്ര രൂപയുടെ വിലയുണ്ടെന്ന് ചോദിച്ചാൽ അത് പറയാൻ കഴിയില്ല. അങ്ങനെ കൃത്യമായിട്ടൊരു വില മാർക്കറ്റിൽ മണി ടേംസിൽ മെഷറബിൾ ആയിട്ടുള്ള ഒരു റൈറ്റ് അല്ല അത്. അതുകൊണ്ട് ദാറ്റ് ഇസ് എ പേഴ്സണൽ റൈറ്റ്. മൈ റൈറ്റ് ഓഫ് റെപ്യൂട്ടേഷൻ ദാറ്റ് ഇസ് എ പേഴ്സണൽ റൈറ്റ്. എന്തുകൊണ്ട്? എൻ്റെ റെപ്യൂട്ടേഷന് എത്ര വിലയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഇത്ര രൂപ എന്നൊന്നും അത് കണക്ക് കൂട്ടി കാണാൻ മാർക്കറ്റിൽ ഒരു മാർഗ്ഗമില്ല. അത് കോടതിയിലൊരു ആവശ്യം വന്നാൽ കോടതി കണ്ടുവരെടുക്കും. അത് വേറൊരു കാര്യം, അതിന് ചില ഫോർമുലയൊക്കെ ഉണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് സാമാന്യ നിലയ്ക്ക് ഇത് എത്ര രൂപയ്ക്ക് വില വരുന്നതാണ്, സ്നേഹം അതിനെത്രയാണ് വില, പിന്നെ റെപ്യൂട്ടേഷൻ അതിനകത്ത്, ഇതൊന്നും നമുക്ക് അങ്ങനെ അളന്നെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള റൈറ്റുകളെയാണ് നമ്മൾ പേഴ്സണൽ റൈറ്റുകൾ എന്ന് പറയുക. പ്രൊപ്രൈറ്ററി റൈറ്റുകൾ എന്ന് പറയുന്നത് മണി ടേംസിൽ മോണിറ്ററി വാല്യൂ ഉള്ള, കൃത്യമായ മോണിറ്ററി വാല്യൂ ഉള്ള റൈറ്റുകളെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി റൈറ്റ് എന്ന് പറയാം. അപ്പോൾ പേഴ്സണൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് റൈറ്റുകളും പ്രൊപ്രൈറ്ററി റൈറ്റുകളും ഉണ്ട്. ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് തന്നെ പറയുകയാണ്, ഈ പ്രൊപ്രൈറ്ററി റൈറ്റ് ഇൻ റം ആവുകയാണെങ്കിൽ അതിനെയാണ് പ്രോപ്പർട്ടി എന്ന് പറയുക. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, അത് പിന്നീട് പരിശോധിക്കാം എന്നുള്ളതാണ്. എന്നാൽ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി ക്ലാസിഫിക്കേഷൻ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നത് പ്രൊപ്രൈറ്ററി റൈറ്റ് ഇൻ റം ആണെങ്കിൽ പ്രോപ്പർട്ടിയാണ്. പ്രൊപ്രൈറ്ററി റൈറ്റ് ഇൻ പേഴ്സണമാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡ്യൂട്ടിയാണ് ഒബ്ലിഗേഷൻ. സോ ഒബ്ലിഗേഷനും പ്രോപ്പർട്ടിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് പറയാം. അതെങ്ങനെയൊക്കെ വരിക എന്നൊക്കെ ഉള്ളതൊക്കെ കുറച്ചുകൂടി വിശദമായി പറയേണ്ടതുണ്ടാവാം. നമുക്കത് പിന്നീട് കൂടുതൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ പ്രൊപ്രൈറ്ററി റൈറ്റും പേഴ്സണൽ റൈറ്റും ഉണ്ട് എന്നുള്ളത് മാത്രം സൂചിപ്പിക്കണം. അതുപോലെ തന്നെ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ വെസ്റ്റഡ് റൈറ്റ് ആൻഡ് കണ്ടിൻജൻറ്റ് റൈറ്റ് എന്നുള്ളതാണ്. വെസ്റ്റഡ് റൈറ്റ് ആൻഡ് കണ്ടിൻജൻറ്റ് റൈറ്റ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഒരു റൈറ്റിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട രണ്ടാൾക്കാരാണ്. ഒന്ന് റൈറ്റ് ഹോൾഡർ അഥവാ ഓണർ ഓഫ് ദ റൈറ്റും, അതേപോലെ തന്നെ ദ പേഴ്സൺ ബൗണ്ട് ബൈ ദ കറസ്പോണ്ടിങ് ഡ്യൂട്ടിയുള്ള ആളും. അപ്പോൾ റൈറ്റ് ആരാണോ ഓൺ ചെയ്യുന്നത് ആ ആളെയാണ് നമ്മൾ ഓണർ ഓഫ് ദ റൈറ്റ് അല്ലെങ്കിൽ ഹോൾഡർ ഓഫ് ദ റൈറ്റ് എന്ന് പറയാം. ആ ആളിൽ ആ റൈറ്റ് വെസ്റ്റഡ് ആണ്, നിക്ഷിപ്തമാണ് എന്നാണെങ്കിൽ ആ റൈറ്റിനെ വെസ്റ്റഡ് റൈറ്റ് എന്ന് പറയും. എന്നാൽ അത് വെസ്റ്റഡ് ആയിട്ടില്ല, അതാവാനിരിക്കുന്നേ ഉള്ളൂ, ദാറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് അപ്പോൺ എ കണ്ടീഷൻ എന്നാണെങ്കിൽ അതിനെ കണ്ടിൻജൻറ്റ് അഥവാ കണ്ടീഷണൽ എന്ന് പറയും. വെസ്റ്റഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ കണ്ടീഷൻ പ്രീസിഡൻറ്റ്. ഇനി കണ്ടീഷൻ ഒന്നും സംഭവിക്കാനില്ല. ദാറ്റ് റൈറ്റ് ഈസ് ഓൾറെഡി വെസ്റ്റഡ്. ഞാൻ ഇപ്പോൾ എൻ്റെ മകന് ഒരു പ്രോപ്പർട്ടി എഴുതി കൊടുക്കുന്നു, ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. അത് ആ ഗിഫ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിയുന്നതോടുകൂടി, ആ ഗിഫ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്നതോടുകൂടി തന്നെ ആ റൈറ്റ് പാസ് ചെയ്യുകയും എൻ്റെ പ്രോപ്പർട്ടി അവൻ്റെ ആയിട്ട് മാറുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് അവിടെ കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ അവന് എഴുതി കൊടുക്കുകയാണ്, പിന്നെ നിൻ്റെ വിവാഹ സമയത്ത് പിന്നെ എൻ്റെ കാറ് നിനക്ക്, ഇപ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു 10 സെൻറ്റ് സ്ഥലം നിനക്ക്. അപ്പോൾ ആ എഗ്രിമെൻ്റ് പ്രകാരം പ്രോപ്പർട്ടി കിട്ടാനുള്ള അവകാശം ഈസ് സബ്ജക്റ്റ് ടു എ കണ്ടീഷൻ. വിവാഹ സമയത്തേ കിട്ടുള്ളൂ. അപ്പോൾ വിവാഹമാകുമ്പോൾ മാത്രമേ അത് വരികയുള്ളൂ. വിവാഹത്തിന് മാത്രം ലഭിക്കുന്നു എന്ന് വെച്ചാൽ വിവാഹം എന്ന ഒരു കാര്യം നടക്കുമ്പോൾ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അതുവരെ അത് കണ്ടിൻജൻ്റ് ആണ്, കണ്ടീഷണലാണ്. ദാറ്റ് ഈസ് നോട്ട് വെസ്റ്റഡ് നൗ. ഇപ്പം അത് വെസ്റ്റഡ് അല്ല, ഈവൻ ദോ ഇറ്റ് ഈസ് സബ്ജക്റ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മരിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല. ആ സംഭവം നടക്കുമ്പോൾ കിട്ടും. നടന്നില്ലെങ്കിലോ, ഒരിക്കലും വിവാഹം കഴിച്ചില്ലെങ്കിലോ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചില കണ്ടീഷൻസ് വെച്ചിട്ട് ഒരു റൈറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് റൈറ്റ് ഈസ് നോട്ട് വെസ്റ്റഡ് ടിൽ ദ കണ്ടീഷൻ ഈസ് ഹാപ്പൻഡ്, ടിൽ ദ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ അതുവരെ അത് നടക്കുന്നില്ല. ഇതാണ് കണ്ടിൻജൻറ്റ് റൈറ്റ് എന്ന് പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് പ്രോപ്പർട്ടി ലോയെ സംബന്ധിച്ചിടത്തോളം. ഇതും വിശദമായിട്ടൊക്കെ പിന്നീടുള്ള വീഡിയോകളിൽ പിന്നീട് ഞാൻ അവസരങ്ങളിൽ പറയും. ഇപ്പോൾ ഇതിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ക്ലാസിഫിക്കേഷനിൽ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ. വെസ്റ്റഡ് റൈറ്റും കണ്ടിൻജൻറ്റ് റൈറ്റും ഈ വ്യത്യാസം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് സോ ഫാർ ആസ് പ്രോപ്പർട്ടി ലോ ഈസ് കൺസേൺഡ്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ വിശദമായിട്ട് പിന്നീടൊക്കെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി വെസ്റ്റഡ് റൈറ്റ്, കണ്ടിൻജൻറ്റ് റൈറ്റ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്.
പ്രിൻസിപ്പൽ റൈറ്റ്, ആക്സസറി റൈറ്റ് എന്ന മറ്റൊരു ക്ലാസിഫിക്കേഷൻ സാധ്യമാണ്. എന്താണ് പ്രിൻസിപ്പൽ റൈറ്റ്? പ്രിൻസിപ്പൽ റൈറ്റ് എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് റൈറ്റാണ്. ആ റൈറ്റ് ഒറ്റയ്ക്ക് തന്നെ നിൽക്കും, ആ റൈറ്റിന് വേറൊന്നുമായിട്ടും ബന്ധമില്ല. എന്നാൽ ആക്സസറി റൈറ്റ് ഈസ് എ റൈറ്റ് വിച്ച് ഈസ് ഡിപ്പെൻഡൻ്റ് അപ്പോൺ അനദർ റൈറ്റ്. ആ മെയിൻ റൈറ്റ്, പ്രിൻസിപ്പൽ റൈറ്റ് ഇല്ലെങ്കിൽ ഈ ആക്സസറി റൈറ്റിന് നിലനിൽക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെയുള്ള ചില റൈറ്റുകളുണ്ട്, അതിന് ബന്ധപ്പെട്ട് കിടക്കുന്ന റൈറ്റുകളുണ്ട്. അതിനാണ് ആക്സസറി റൈറ്റ് എന്ന് പറയാം. അപ്പം എൻ്റെ റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു റെപ്യൂട്ടേഷൻ, റൈറ്റ് ടു പ്രോപ്പർട്ടി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പ്രിൻസിപ്പൽ അബ്സല്യൂട്ട് റൈറ്റുകളാണ്. എന്നാൽ മൈ റൈറ്റ് ഓഫ് വേ, ഈസ്മെൻ്ററി റൈറ്റ്, എൻ്റെ ഈസ്മെൻ്ററി റൈറ്റ് എന്ന് പറയുന്നത് വേറൊരു പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രം നിൽക്കുന്നതാണ്. എനിക്ക് ആ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് പോകുമ്പോൾ എൻ്റെ ഈസ്മെൻ്റ് റൈറ്റും പോകും. ഉദാഹരണത്തിന് എക്സിൻ്റെ വീട്ടിലൂടെ നടന്നു പോരാനുള്ള ഒരു വഴി എനിക്കുണ്ട്. അതെന്തിനാണ് എനിക്കുള്ളത്? എക്സിൻ്റെ വീടിൻ്റെ പുറകിലുള്ള എൻ്റെ സ്ഥലത്തിൻ്റെ ഓണർഷിപ്പ് എന്നുള്ള നിലയ്ക്കാണ് എനിക്കിത് വരുന്നത്. ഇത് ഈസ്മെൻ്റ് റൈറ്റുകളെ കുറിച്ചൊക്കെ വിശദമായിട്ട് പിന്നീട് സംസാരിക്കും. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് വരാനുള്ള ഒരു വഴി എക്സിൻ്റെ പ്രോപ്പർട്ടിയിലൂടെ എനിക്കുണ്ട്. എൻ്റെ പ്രോപ്പർട്ടിയുടെ ഓണർ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് എനിക്കിത് ലഭിക്കുന്നത്. ഞാൻ എൻ്റെ പ്രോപ്പർട്ടി വൈക്ക് വിറ്റാൽ, എക്ക് വിറ്റാൽ എക്കുമാണ് എക്സിൻ്റെ പ്രോപ്പർട്ടിയിലൂടെ നടക്കാനുള്ള അവകാശം. പിന്നെ അത് ബിക്ക് വിറ്റാൽ ബിക്കാണ് എക്സിൻ്റെ പ്രോപ്പർട്ടിയിലൂടെ നടക്കാനുള്ള അവകാശം. ഞാനത് അത് സിക്ക് വിറ്റാൽ സിക്കാണ് എക്സിൻ്റെ പ്രോപ്പർട്ടിയിലൂടെ നടക്കാനുള്ള അവകാശം. എന്ന് പറഞ്ഞാൽ ആ റൈറ്റ് പ്രോപ്പർട്ടി മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പ്രിൻസിപ്പൽ റൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഈസ്മെൻ്റ് റൈറ്റിൻ്റെ എക്സസൈസ് നിലനിൽക്കുന്നത്. ഇത്തരം റൈറ്റുകളെ ആക്സസറി റൈറ്റ്, പ്രിൻസിപ്പൽ റൈറ്റ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷനിൽ പെടുത്താം. ഇതൊക്കെ ഞാൻ പറയുന്ന ഈ ക്ലാസിഫിക്കേഷനൊക്കെ വെറുതെ പഠനാവശ്യത്തിനോ മാത്രമുള്ള ക്ലാസിഫിക്കേഷനല്ല. ഇതിനൊക്കെ കൃത്യമായ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഉണ്ട്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ ഡിസ്റ്റിങ്ഷൻ നന്നായി മനസ്സിലാക്കിയാലേ, ഇപ്പോൾ ഈസ്മെൻ്ററി റൈറ്റുകളെക്കുറിച്ച് ഈസ്മെൻറ്റ്സ് ആക്ട് ഉണ്ട്. ഈസ്മെൻറ്റ്സ് ആക്ട് പ്രകാരം റൈറ്റ് ഓഫ് വേയും മറ്റ് ഈസ്മെൻ്ററി റൈറ്റുകളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി പറയാം, മറ്റൊരു ക്ലാസിഫിക്കേഷൻ, റൈറ്റ് ഇൻ റീപ്രോപ്രിയ ആൻഡ് റൈറ്റ് ഇൻ റിയലീന, വേറൊരു ക്ലാസിഫിക്കേഷനാണ്. എന്താ റൈറ്റ് ഇൻ റീപ്രോപ്രിയ എന്ന് വെച്ചാൽ അർത്ഥം? റൈറ്റ് ഓവർ വൺസ് ഓൺ പ്രോപ്പർട്ടി, എനിക്ക് എൻ്റെ പ്രോപ്പർട്ടിക്ക് മേലുള്ള അവകാശം, അത് ഈസ് കോൾഡ് റൈറ്റ് ഇൻ റീപ്രോപ്രിയ. വെറാസ് മൈ റൈറ്റ് ഓവർ അനദേഴ്സ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റൈറ്റ് ഇൻ റിയലീന. അങ്ങനെ വരുമോ? എനിക്ക് മറ്റൊരാളുടെ പ്രോപ്പർട്ടിക്ക് മേൽ അവകാശം വരുമല്ലോ, ലീസിൽ വരുമല്ലോ. ലീസിൽ പ്രോപ്പർട്ടി അയാളുടേതാണ്, പക്ഷേ താമസിക്കാനുള്ള അവകാശം എനിക്കാണ്. അപ്പോൾ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് അയാൾക്കാണ്. അയാളുടെ പ്രോപ്പർട്ടിക്കകത്ത് എനിക്ക് റൈറ്റ് വരുന്നു. 11 മാസത്തേക്കെങ്കിൽ 11 മാസത്തേക്ക്, 3 വർഷത്തേക്കെങ്കിൽ 3 വർഷത്തേക്ക് താമസിക്കാനുള്ള അവകാശം എനിക്ക്, ഓണർഷിപ്പ് അയാൾക്ക്. അപ്പോൾ ഐ ഹാവ് സർട്ടൺ റൈറ്റ്സ് ഓവർ അനദേഴ്സ് പ്രോപ്പർട്ടി. സച്ച് എ റൈറ്റ് ഈസ് കോൾഡ് റൈറ്റ് ഇൻ റിയലീന. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈസ്മെൻ്ററി റൈറ്റ് ഈസ് എ റൈറ്റ് ഇൻ റിയലീന, റൈറ്റ് ഓവർ അനദേഴ്സ് പ്രോപ്പർട്ടി. എൻ്റെ പ്രോപ്പർട്ടിയുടെ മേൽ എനിക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട്. അതെങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ, നിയമപരമായിട്ടുള്ള ഏത് വിധത്തിൽ യൂസ് ചെയ്യാനുള്ള അവകാശവും എനിക്കുണ്ട്. അത് എൻ്റെ റൈറ്റ് ഇൻ റീപ്രോപ്രിയ, റൈറ്റ് ഇൻ റീപ്രോപ്രിയ എന്ന് പറയും. എന്നാൽ എൻ്റെ അവകാശം മറ്റൊരാളുടെ പ്രോപ്പർട്ടിക്ക് മേലാണ് ഉള്ളതെങ്കിൽ അതിനെ റൈറ്റ് ഇൻ റിയലീന എന്ന് പറയും. റൈറ്റ് ഇൻ റിയലീന ഈസ് ഓൾസോ കോൾഡ് എൻകംബ്രൻസ്. ഈ എൻകംബ്രൻസ് ആണ് നമ്മൾ പോയിട്ട് കുടിക്കടം പകർത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയില്ലേ പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ, അപ്പോൾ അതൊക്കെ പകർത്തിയെടുക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സൂചനകളായിട്ടാണ് ഇപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഇനിയുള്ള വീഡിയോകളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊരു സീരീസ് ആയിട്ട് ഞാൻ തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് വിശദാംശങ്ങളും ഡീറ്റെയിൽസും ഒക്കെ പിന്നാലെ വരും. ഇപ്പോൾ ഞാൻ ഈ വ്യത്യസ്ത തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ സൂചിപ്പിച്ചെന്നുള്ളൂ. വരുന്ന വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.